ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 3 ആണ് ട്രെയിനിങ് സെക്ഷൻ്റെ. ഇന്ന് നമുക്ക് ടെർമിനൽ വിസിറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കൺഫേം ആയിട്ടില്ല. ബട്ട് ഇന്നത്തെ ഒരു സാഡ്നെസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സാരിയാണ് കഴിച്ചത്. എനിക്ക് ആക്ച്വലി സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ബിക്കോസ് നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ. ബട്ട് ഇത് കംഫർട്ടബിൾ ആണോ ചോദിച്ചാൽ അല്ല. ഇതെപ്പോൾ വേണമെങ്കിലും ഊരി പോകുന്നൊരു ടൈപ്പ് ഓഫ് സാരി. എനിക്കാണ് ഞാൻ ലൈഫിൽ ഇതുവരെ ഒറ്റയ്ക്ക് സാരി ഉടുത്തിട്ടില്ല. സാരി ഉടുത്തിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ ഉടുത്തിട്ടില്ല. എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. നമുക്ക് കോളേജിൽ എല്ലാ വെനസ്ഡേയും സാരി ആയതുകൊണ്ട് ഞാൻ മിക്ക വെനസ്ഡേയും ലീവായിരിക്കും, ക്ലാസ്സിൽ പോകാനില്ല. റൂമിലുള്ളൊരു ചേച്ചിയായിരുന്നു ഉടുത്തരല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഉടുത്തരാൻ ആരുമില്ല. ബട്ട് ഞാൻ എങ്ങനെയോ ഒക്കെയോ എനിക്കൊരു ഓർമ്മയിൽ അത് ഞാൻ എന്തെല്ലോ ഡ്രൈപ്പൊക്കെ ആക്കി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഉടുത്ത്. മറ്റേ മൈ ബോസ് സിനിമയിലെ ദിലീപ് ഉടുത്തെടുക്കുന്ന മാതിരി മീൻവല ചുറ്റി വെച്ചിരിക്കുന്ന മാതിരി ചുറ്റി വെച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോകണമെന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചു. പക്ഷെ കാരണം ഒന്നാമതിൻ്റെ സാരി ഉടുത്തുകൊണ്ട് സാരി ഉടുക്കാൻ വേണ്ടി നേരത്തെ എണീച്ച് ലൈക്ക് ഇനിയിപ്പം ഈ ഉടുക്കാൻ നേരം വൈകിയോണ്ട് അവിടെ എത്താൻ വൈകണ്ടല്ലോ വെച്ചിട്ട് എന്നിട്ട് നേരത്തെ അലാറൊക്കെ വെച്ച് എണീച്ചിട്ടാണ് ഉടുക്കാൻ തുടങ്ങി. 1 മണിക്കൂറായിട്ട് ഞാൻ ഉടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ റെഡി ആയിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ ക്ലാസ്സിലെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ വരാൻ ഈ ഒരു 10-20 മിനിറ്റ് നേരത്തെ വന്നിട്ട് എനിക്കൊന്ന് ഉടുപ്പിച്ച് തരുമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ റെഡിയായി, കുറച്ചൊന്നും റെഡി ആയില്ല. വീഡിയോ ലെങ്ത്ത് മാക്സിമം കുറക്കാൻ ശ്രമിക്കുക. പിന്നെ ഇന്നത്തെ ഡേ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ വോയിസ് പോയിട്ടുണ്ട് ബിക്കോസ് എനിക്ക് നല്ല പനിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ത്രോട്ട് ഇഷ്യൂസ്, സ്നീസിങ് ഒക്കെ ഉണ്ട്. ബിക്കോസ് AC-യിലാണ് ഫുൾ ടൈം ക്ലാസ്, എനിക്ക് തീരെ കഴിയില്ല. ആൻഡ് ഞാനിത് ഇതിൻ്റെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതേ ഫൈനലി ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ആ സാരീനെ കുറേ സേഫ്റ്റി പിന്നൊക്കെ കുത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സാരി ഉടുക്കാൻ അറിയില്ല. ഞാൻ ഒരുപാട് വട്ടം ഉടുത്തിട്ടുണ്ടെങ്കിലും വേറൊരാളാണ് എന്നെ ഉടുപ്പിച്ചിട്ടുള്ളത്. ഞാൻ സ്വന്തമായിട്ട് ഇതുവരെ സാരി ഉടുത്തിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉടുക്കണത്. അങ്ങനെ എങ്ങനെയൊക്കെയോ അന്ന് ക്ലാസ്സിൽ പോയി ആരെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഉടുപ്പിച്ചിരുന്നുള്ള വിശ്വാസത്തിൽ ക്ലാസ്സിലൊക്കെ എത്തിട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നും ഞാൻ തന്നെയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. എല്ലാവരും വരുന്നേ ഉള്ളൂ. ഇന്ന് ഓൾമോസ്റ്റ് ലേറ്റ് ആവും തോന്നുന്നു, ബിക്കോസ് ഗേൾസ് എല്ലാവരും ഒന്ന് സാരിയാണല്ലോ, ഉടുക്കാൻ ടൈം എടുക്കും. ഞാൻ പിന്നെ നേരത്തെ കാലത്തേക്ക് എണീച്ച്, എന്നും ഇല്ലാത്ത ശീലങ്ങളൊക്കെ നേരത്തെ എണീച്ച് അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എത്തി. ഇനി ഇവിടെ ആ സാരി നല്ലോണം ഉടുക്കാൻ അറിയുന്ന ഏതെങ്കിലും അവരോട് പറയണം, ഒന്ന് നേരെ ഉടുപ്പിച്ച് തരുമോ. ഇല്ലെങ്കിൽ ഞാനെങ്ങാനും ഒരു 2 റൗണ്ട് നീ കൂടെ നടന്നു വരുമ്പോഴേക്ക് കഴിഞ്ഞു പോയാലോ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് എനർജറ്റിക്കാണ്, ബിക്കോസ് പനിയൊക്കെ പോയതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എന്താ ചെയ്തത്, ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യുന്നൊരു ചേച്ചി, ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഞാൻ അതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറച്ചോട്ടെ, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ടോട്ടലുള്ള 4 AC-ൻ്റെ സ്പീഡൊക്കെ അങ്ങോട്ട് കുറച്ചു. ഈ സ്പീഡൊക്കെ മതി. ഇനി അവർ ആരെങ്കിലുമൊക്കെ വന്നിട്ട് മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ മാറ്റേണ്ടി വരും. പക്ഷെ ഇന്ന് ഞാൻ സീറ്റ് ചേഞ്ച് ചെയ്തതാണ്. ഇന്നലെ ഞാൻ അവിടെ സെൻറ്റർ റോളായിരുന്നു ഇരുന്നത്, അതിനെക്കൊണ്ട് ഡയറക്റ്റ് 2 സൈഡ്സ് നിന്ന് നമുക്ക് കാറ്റ് കിട്ടും. ഇന്ന് ഞാൻ ഏറ്റവും ലൈക്ക് ഈ ഒരു സൈഡിലുള്ള റോളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് അത്രക്ക് കാറ്റ് കിട്ടത്തില്ല അതിനെക്കൊണ്ട്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ഇതും ഡേഞ്ചറസ് ആണ്. ഹൈഡ്രജൻ, ബ്യൂട്ടേൻ, പ്രൊപ്പൈൻ, അസെറ്റിലൈൻ, മീഥൈൻ എക്സെട്ര. ഈ ബ്യൂട്ടേനും പ്രൊപ്പൈനും നിങ്ങൾ അങ്ങനെ ഒരു ഉറക്കത്തിനൊക്കെ ശേഷം നേരെ ബ്രേക്ക് ആയിട്ടോ. അപ്പോൾ നമുക്കിന്ന് ചായയും ഉഴുന്നോടെയായിരുന്നു ടീ ബ്രേക്കിന് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനങ്ങനെ അടുത്ത സെക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് നമ്മൾ ലഞ്ചിന് വന്നു. ലഞ്ചിന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു കേട്ടോ. പിന്നെ ഡെസേർട്ടിനായിട്ട് ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. കാണാനുള്ള ഈ ഭംഗിയുള്ള ഈ ഐസ്ക്രീം വായ വയ്ക്കാൻ കൊള്ളത്തില്ല. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമുക്കിന്ന് ടെർമിനൽ വിസിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ്സിലൊക്കെ കയറ്റിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഫസ്റ്റ് നമ്മൾ ടെർമിനൽ 1 പോണത്, ഡൊമസ്റ്റിക് ടെർമിനലിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 20 പേര്, ടോട്ടൽ നമ്മൾ 40 സ്റ്റുഡൻസ് ആണ്. സോ 20 പേര് വെച്ചിട്ട് ഓരോരോ ടീച്ചർമാരുടെ കയ്യിൽ കൊടുത്ത് നമ്മൾ ആ രീതിക്കാണ് പോണത്. അപ്പോൾ ഇത് നമ്മുടെ ഹാൻഡ് ബാഗേജിൽ മറ്റേ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഈ സാധനങ്ങളൊന്നും ഹാൻഡ് ബാഗേജിൽ ക്യാരി ചെയ്യാൻ പറ്റില്ല. ദെൻ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ, ബിക്കോസ് നമുക്ക് ഫോൺ അവിടെ അലൗഡ് അല്ലാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. കയ്യിൽ ഫോൺ ഉണ്ടെങ്കിലും അതിൽ വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഡൊമസ്റ്റിക് ടെർമിനലിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ ഇനി പോകുന്നത്
ഇൻ്റർനാഷണൽ ടെർമിനലിലോട്ടാണ് കേട്ടോ. നമുക്ക് ബിസിനസ് ടെർമിനലിലോട്ട് പോകാനുള്ള ഒരു പെർമിഷൻ ഇല്ല, അങ്ങോട്ട് ആർക്കും അങ്ങനെ പോകാൻ പറ്റില്ല. അത്രയും VVIPസിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഓരോ ടെർമിനലിലോട്ടും പോകുമ്പോൾ അവിടെ നിന്ന് ഓരോരോ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. ഇവിടെ എത്തിയപ്പോൾ കുറേ ക്രൂസിനെ നമ്മൾ കണ്ടിട്ട്, ക്യാബിൻ ക്രൂസിനെ കണ്ടതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ആവുന്നുണ്ട്. നല്ല രസമുണ്ട് ഞങ്ങൾ പോണത് കാണാൻ. അവരുടെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേപോലെ ഇൻ്റർനാഷണൽ ടെർമിനലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് പാക്കേജിൽ കൊണ്ടുപോകാൻ പറ്റാത്തത്, ഇങ്ങനെ പൂത്തിരി, മത്താപ്പ്, കമ്പിത്തിരി ഇങ്ങനത്തെ വസ്തുക്കൾ തീപ്പെട്ടി പോയിട്ട് ഒരു സാരം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പോണോടൊക്കെ സൂക്ഷിക്കാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ ഈവനിങ് പഴംപൊരിയും ചായ ആയിരുന്നു കേട്ടോ. ഇന്നലെ തൊട്ട് ആകാശത്തൂടെ വിമാനം പോണത് കാണിച്ചു തന്നിട്ടും അല്ലെങ്കിൽ അത്രയും ദൂരത്തൂടെ പോയി കണ്ടിട്ട് ഇന്നിപ്പോൾ ഇതിൻ്റെ ഇത്ര അടുത്ത് മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ടേക്ക് ഓഫ് കാണുമ്പോൾ അത് അത്രയും അടിപൊളി തന്നെയാണ് കേട്ടോ. ആ ഒരു മൊമെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഹാപ്പിനെസ് തന്നെയാണ് കേട്ടോ. സോ ഹായ് ഗൈസ്, അങ്ങനെ എയർപോർട്ട് വിസിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി. നമ്മുടെ Day 3 ഓഫ് ട്രെയിനിങ് സെക്ഷൻ ആയിരുന്നു. നമുക്ക് എയർപോർട്ട് വിസിറ്റ് ആയിരുന്നു. ടെർമിനൽ 1ഉം 2ഉമാണ് ആക്ച്വലി വിസിറ്റ് ചെയ്തത്. അതായത് ഡൊമസ്റ്റിക് ടെർമിനലും അതുപോലെ ഇൻ്റർനാഷണൽ ടെർമിനലും. പിന്നെ ബിസിനസ് ടെർമിനലിലോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല, അവിടേക്ക് നമുക്ക് പോകാനേ പറ്റില്ല. ഞാനിപ്പോൾ വലിയ അംബാനീൻ്റെ ആരെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് പോകാൻ പറ്റുന്നു, പക്ഷേ ഞാനും എല്ലാത്തോണ്ടും എനിക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ അലവൻസ് ഇല്ല. പിന്നെ എയർപോർട്ടിനുള്ളിലാണെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റാത്ത കുറേ പ്ലേസസ് ഉണ്ട്. അതായത് ഫോൺ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടത്തെ ഒന്നും കവർ ചെയ്തിട്ടില്ല. എന്നാലും കുറച്ച് ഇതുപോലെ ഇവിടെ നിന്ന് ഇമിഗ്രേഷൻ, അതുപോലെ ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫ്ലൈറ്റ് കറക്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന നമുക്ക് കുറച്ച് വിഷ്വൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ ആഡ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ റൂമിലെത്തി. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞാൻ അത്ര ടയേർഡല്ല, നോക്കിയാണ്. പക്ഷെ കുറേ നടന്ന്, ബിക്കോസ് നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് നടക്കാനുണ്ടല്ലോ. അങ്ങനെ നടന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഇട്ടിരിക്കുന്ന ഷൂ ആക്ച്വലി നല്ല ഹീലുള്ളതാണ്. അപ്പം അതിട്ടിട്ടിങ്ങനെ നടക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അങ്ങനെ നല്ലോണം ടയേർഡായി. ബട്ട് ഇന്ന് വാസ് ലൈക്ക് ഗുഡ് ഡേ ആയിരുന്നു. നാളെ നമുക്ക് ക്ലാസ് ഇല്ല, ബിക്കോസ് നാളെ ആണല്ലോ നമ്മുടെ എലക്ഷൻ. ബാക്കിലോട്ട് ട്രെയിന് പോകേണ്ട അതിൻ്റെ സൗണ്ടാണ്. നാളെ നമ്മുടെ എലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നാളത്തെ ക്ലാസ് ഇല്ല. നാളത്തെ ക്ലാസ് നമുക്ക് സാറ്റർഡേക്ക് ആക്കി. സോ നമുക്ക് ആകെ 2 ദിവസം കൂടി ട്രെയിനിങ് ഉള്ളൂ, ഫ്രൈഡേ അതുപോലെ സാറ്റർഡേ. ടോട്ടൽ 5 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് നമുക്ക്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.